വെറുതെ സോളാർ വെച്ച് കാശ് കളയല്ലേ? അഥവാ സോളാർ ചെയ്യുകയാണെങ്കിൽ ഓഫ് ഗ്രിഡ് ചെയ്യണം, അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഹൈബ്രിഡ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ വെറുതെ ഓൺ ഗ്രിഡ് ചെയ്ത് KSEBക്ക് കാശുണ്ടാക്കി അവരെ നന്നാക്കാൻ നിൽക്കല്ലേ. നമ്മൾ സോളാറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് പൊതുവെ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു വാചകമാണിത്. അപ്പോൾ ഈ വാചകത്തിലെ പ്രശ്നങ്ങളും പോരായ്മകളും തെറ്റുകളും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് സൂരജ്. ഞാൻ വഹിനി ഗ്രീൻ ടെക്നോളജീസ് എന്ന സോളാർ ഇൻ്റഗ്രേറ്റിംഗ് കമ്പനിയിലെ ഒരു ടീം അംഗം ആണ്. നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു ടൈപ്പ് 2 കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. സത്യമായിട്ടും ആ 2 കമൻറ്റുകളാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട പ്രചോദനം. അതുകൂടാതെ മുന്നേ വന്നിട്ടുള്ള കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതേപോലെ പലതരം യൂട്യൂബ് വീഡിയോസും ഈ രീതിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഇന്നത്തെ അജണ്ട വരുന്നത്. ഈ വീഡിയോയ്ക്ക് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഇതിൽ ആദ്യത്തെ ഒരു ഭാഗം പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് ഒരു സോളാർ പ്രൊജക്റ്റ്, റൂഫ് ടോപ്പ് സോളാർ പ്രൊജക്റ്റ് അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലൊരു സോഴ്സ് ഓഫ് എനർജി സെറ്റപ്പ് ചെയ്യണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഫസ്റ്റ് പാർട്ട് വരുന്നത്. ഇതിൻ്റെ 2ാം ഭാഗത്തിലാണ് നമ്മൾ എന്തുകൊണ്ട് ഈ പറയുന്ന ഒരു ഗ്രിഡ് കണക്റ്റഡ് സിസ്റ്റം, ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ അത്തരത്തിൽ ഗ്രിഡിനോട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഗ്രിഡിനെ സപ്പോർട്ട് എടുക്കുന്ന ഒരു സിസ്റ്റം ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ 2ാമത്തെ ഭാഗത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു ചെറിയൊരു പഴയ കഥ പറയാം. നമ്മൾ 2020 മാർച്ചിൽ IB കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓഫ് ഗ്രിഡ് ചെയ്യണം, ഓഫ് ഗ്രിഡ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഓൺ ഗ്രിഡ് ചെയ്യരുത്, ഓൺ ഗ്രിഡിൽ ഒരുപാട് ട്രാപ്പ് ഉണ്ട്, ഈ ഒരു രീതിയിലൊരു വീഡിയോ ചെയ്തിരുന്നു. അന്നത്തെ അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ അന്നത്തെ ഒരു ധാരണകൾ വെച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പിന്നീട് 2023 മെയ്യിൽ അതേ ചാനലിൽ തന്നെ നമ്മൾ 2ാമതൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ആ നിലപാടുകളിൽ നിന്ന് മാറിയത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ. അതുകൂടാതെ നമ്മുടെ ചാനലിൽ നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഓൺ ഗ്രിഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിനെ കുറിച്ചും അതുപോലെ തന്നെ എന്തുകൊണ്ട് സോളാർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്തത്. ആ വീഡിയോ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് നോട്ട് അതൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് ഒന്നുകൂടെ സിമ്പിളായിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയാനുള്ളൊരു ശ്രമം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. തൊട്ട് മുന്നേ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ അതാത് സമയങ്ങളിൽ ലിങ്ക് ചെയ്ത് കാണിക്കുകയും ചെയ്യാം. അപ്പോൾ സോളാറിൻ്റെ കൂടുതൽ കഥകൾ പറയുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയൊരു കണക്ക് നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പ്രകാരം നമുക്ക് ഒരു നല്ലൊരു രീതിക്ക് ഒരു 3 കിലോവാട്ടിൻ്റെ സോളാർ പ്ലാന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 2,30,000 രൂപ ശരാശരി നമ്മൾ ചിലവാക്കണം ചുരുങ്ങിയത്. അപ്പം ഈ 2,30,000 രൂപ ചിലവാക്കി ഇതിൽ 78,000 രൂപ നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്. തൽക്കാലം നമുക്ക് ആ സബ്സിഡി കിട്ടുന്ന എമൗണ്ടിന് ഒന്ന് മാറ്റി വെക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില വീടുകളിൽ നമുക്ക് ഷീറ്റ് റൂഫ് ആയിരിക്കും, അപ്പം എന്തെങ്കിലും അഡീഷണൽ സ്ട്രക്ചർ വർക്ക് വേണ്ടി വരും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പാനലിൻ്റെ മെയിൻ്റനൻസ്, ക്ലീനിങ്, നമുക്ക് വരുന്ന ചിലവുകളെക്കുറിച്ച് നമുക്കൊരു ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ആ കിട്ടുന്ന 78,000 രൂപ സബ്സിഡി എന്നുള്ളൊരു എമൗണ്ട് നമ്മൾ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഇതിൻ്റെ ഒരു എനർജിയുടെ കണക്കും അതിൻ്റെ റിട്ടേണിൻ്റെ കണക്കും വെച്ചിട്ട് ഈ ടോട്ടൽ പ്ലാന്റിൻ്റെ ഒരു സിമ്പിൾ പേ ബാക്ക് പീരീഡ്, അത് മുടക്ക് മുതൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സമയം എത്രയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് കണക്കൂട്ടി നോക്കാം. അതായത് നമുക്കിപ്പോൾ ഈ 2,30,000 മുടക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലാന്റിൽ നിന്ന് ശരാശരി ഒരു ദിവസം കിട്ടുന്നത് 12 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് 3 കിലോവാട്ടിൻ്റെ പ്ലാന്റിൽ നിന്നും ശരാശരി ഒരു ദിവസം ശരാശരി നമുക്ക് 12 യൂണിറ്റ്, അപ്പോൾ 365 ദിവസം വരുമ്പോഴത്തേക്ക് നമുക്ക് 28,470 രൂപ. അപ്പോൾ ഈ ഒരു കണക്ക് നമ്മൾ മൊത്തം നോക്കുകയാണെങ്കിൽ 8 വർഷവും 1 മാസം എടുക്കും നമുക്ക് ഈ ടോട്ടൽ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിപ്പം ഈ പറയുന്ന സബ്സിഡി എമൗണ്ട് കിട്ടിയെന്ന് തന്നെ വിചാരിക്കാം. നമുക്ക് വേറെ അഡീഷണൽ കോസ്റ്റുകളൊന്നും വന്നിട്ടില്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കണക്ക് പറഞ്ഞ ആ എമൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ചിലവാക്കി. അപ്പോൾ നമുക്ക് അങ്ങനെ ആകുമ്പോൾ ഏകദേശം 1,52,000 രൂപ നമുക്ക് ചിലവ് വരും. ഈ 1,52,000 രൂപ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 5 വർഷം 4 മാസം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇലക്ട്രോണിക് ഡിവൈസിനകത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ സാമാന്യം ഒരു നീണ്ട കാലയളവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൂടാതെ ഈ കണക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള താരിഫ് ചേഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ ഇതിനകത്ത് ചേർക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന 8 വർഷം എന്നുള്ളത് 12 വർഷം വരെ നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ കണക്കുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ
ഈ സോളാർ വെക്കുന്നത് നഷ്ടമല്ലേ എന്ന് തോന്നിക്കൂടായികയില്ല. സത്യത്തിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ് സോളാർ വെക്കുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയാണ് സോളാർ വെക്കുന്നത്? നമ്മൾ നേരത്തെ നോക്കിയ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സോളാർ വെക്കുന്നത് തന്നെ ഒരു വലിയ നഷ്ടമാണെന്ന് തോന്നും. ഈ കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് ഒന്ന് നമുക്കൊരു ചെറിയൊരു കണക്ക് വെച്ചിട്ട് പറയാം. നമ്മളിപ്പോൾ വീട്ടിലൊരു വിധപ്പെട്ട എല്ലാവരും മറ്റേ LPG സിലിണ്ടർ ഉപയോഗിക്കണോ അല്ലേ? നമുക്ക് ഒരു സിലിണ്ടറിന് മിക്ക വീടുകളിലും ഒരു മാസം കഷ്ടിച്ചേ ഓടാറുള്ളൂ. ഒരു സിലിണ്ടറിന് ഏകദേശം 1000 രൂപയാണ് വരുന്നത്. ഈ ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ നമുക്ക് ഏകദേശം പെട്ടി ഓട്ടോയിൽ നമുക്ക് ഒരു ലോഡ് ചിരട്ട, ചകിരി, വിറക് ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പെട്ടി വണ്ടി നിറയെ നമുക്ക് ഈ പറയുന്ന വിറക് അല്ലെങ്കിൽ ചിരട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഒരു സുന്ദരമായിട്ടൊരു 6 മാസം വരെ ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ചിരട്ടയുടെ പിന്നാലെ വിറകിൻ്റെ പിന്നാലെ പോകാതെ LPGയുടെ പിന്നാലെ പോകുന്നത്? ഈ നേരത്തെ പറഞ്ഞ സിലിണ്ടറിൻ്റെ കണക്കിൻ്റെ കൂടെ ഞാൻ വേറൊരു കണക്കൂടെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വന്നു തുടങ്ങുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഒരു പഴയ കുറച്ച് കണക്കുകൾ ഞാൻ നോക്കുമായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ പെട്രോൾ, ഡീസൽ ഈ ഒരു സാധനങ്ങളുടെ അതുപോലെ ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഈ ഒരു ഹിസ്റ്ററി നമ്മൾ പതുക്കെ നോക്കുകയാണ്. നമ്മൾ ഒരു 1990 നമുക്ക് കിട്ടിയതിൽ ഏറ്റവും പഴയ കണക്ക് അതാണ്. 1990 നമ്മുടെ പെട്രോളിൻ്റെ ശരാശരി വില എന്ന് പറയുന്നത് 9 രൂപ 85 പൈസയായിരുന്നു. ഇന്ന് നമുക്ക് പെട്രോളിൻ്റെ ശരാശരി വില ലിറ്ററിന് ഏകദേശം 106 രൂപയാണ്. അപ്പോൾ ഒരു വർഷത്തെ ശരാശരി വാർഷിക വില വർധനവ് നോക്കുമ്പോൾ 2 രൂപ 85 പൈസയാണ്. ഇതിനെ നമ്മളൊരു കോമ്പൗണ്ടിങ് മെത്തേഡിൽ ഒരു വാർഷിക വില വർധനവ് എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വാർഷിക വില വർധനവ് എന്ന് പറയുന്നത് 7.24% വരുന്നുണ്ട്. ഇനി ഇതേ കണക്ക് നമുക്ക് ഡീസലിൻ്റെ കാര്യത്തിലൂടെ നോക്കാം. 1990 ശരാശരി ഡീസൽ വില എന്ന് പറയുന്നത് 4 രൂപ 8 പൈസയാണ്. ഇന്നത്തെ വില 95 രൂപ. അപ്പോൾ ശരാശരി വില വർധനവ് എന്ന് പറഞ്ഞാൽ 2 രൂപ 67 പൈസ. വലിയ വ്യത്യാസമില്ല. ഇനി ഇതിൻ്റെ കോമ്പൗണ്ടിങ് നിരക്കിലുള്ള ശരാശരി വാർഷിക വില വർധനവ് എന്ന് പറഞ്ഞാൽ 9.7%. നേരത്തെ 7.24, ഇത് 9.7%. ഇനി ഇതേ കാര്യം നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലും കൂടെ നോക്കാം. പക്ഷേ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ നമുക്കൊരു റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ കിട്ടിയത് 2006 തൊട്ടുള്ള താരിഫ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2006 ഒരു മാസം ശരാശരി 400 യൂണിറ്റ് ഉപയോഗിക്കുന്ന വീട്ടിൽ എന്തുകൊണ്ടാണ് ഇതിപ്പം എനർജി കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഈ ടോട്ടൽ യൂസേജ് വെച്ച് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ അഡീഷണൽ ചാർജുകൾ, ഇപ്പോൾ ഫിക്സഡ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ കയറി വരുന്നുണ്ട്. അപ്പോൾ ഒരു വീടുകളിൽ ഡൊമസ്റ്റിക്കിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇൻഡസ്ട്രിയലും കമേഴ്ഷ്യലും വരുമ്പോൾ കണക്ക് പിന്നെയും മാറും. അപ്പം വീടുകളിൽ ശരാശരി 400 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു വീട്ടിൽ ഈ പറയുന്ന 2006 398 രൂപ 89 പൈസയായിരുന്നു വന്നുകൊണ്ടിരുന്ന ശരാശരി ബില്ല്. ഇന്ന് അതേ കൺസംഷനുള്ള, അതായത് 400 യൂണിറ്റ് കൺസംഷനുള്ള ഒരു വീട്ടിൽ ഇന്ന് വരുന്ന ബില്ല് മാസം 3627 രൂപയാണ്. അതായത് 400 യൂണിറ്റിന് ഒരു വർഷം ശരാശരി വില വർധന, 400 യൂണിറ്റിന് ഒരു വർഷം ശരാശരി വില വർധനവ് എന്ന് പറയുന്നത് 179 രൂപ 33 പൈസ. യൂണിറ്റ് നിരക്കിൽ മാത്രം നോക്കിയിട്ട് നമ്മൾ ആ ഒരു കോമ്പൗണ്ടിങ് ഗ്രോത്ത് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റിലെ ഗ്രോത്ത് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 13% വെച്ചിട്ട് ഓരോ വർഷവും വില വർദ്ധിക്കുന്നുണ്ട്. ഈ വില വർധനവ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് മറ്റേ സ്ലാബിൽ വരുന്ന ഷിഫ്റ്റ് കുറേ കാര്യങ്ങളുണ്ട്. നമുക്കൊരു സ്ട്രേറ്റ് ഫോർവേഡ് കാൽക്കുലേഷൻ അല്ലാത്തതുകൊണ്ടാണ് ഇത് ഒരു ക്യുമുലേറ്റീവ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിൽ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വില ഇത്രയൊക്കെ കൂടിക്കഴിഞ്ഞാലും നമ്മുടെ ഉപയോഗം നമുക്ക് കൂടിയിട്ടേ ഉള്ളൂ, ഒട്ടും നമ്മൾ കുറഞ്ഞിട്ടില്ല. ഓരോ വർഷവും നമ്മൾ കൺസംഷനും പാരലായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനർജിയുടെ കോസ്റ്റ് കൂടുന്നുണ്ട്, അതേപോലെ നമ്മുടെ ഉപയോഗം കൂടുന്നുണ്ട്. ഉപയോഗം കൂടുന്നതിന് ഒട്ടും മോശമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതൊരു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും കൂടിയാണ്. എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, വളർച്ചാ നിരക്ക്, സൊസൈറ്റിയുടെ മൊത്തം വളർച്ചാ നിരക്കിൻ്റെ പല സൂചികകളുണ്ട്. ആ പല സൂചികകളിൽ ഒരു പ്രധാനപ്പെട്ട സൂചിക കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഉപയോഗവും ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എനർജി കൺസംഷനും എനർജി കോസ്റ്റും കൂടുന്നതിനെ കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പോലും ആളുകൾ അത് അഡോപ്റ്റ് ചെയ്യാൻ, അതാത് സമയത്തുള്ളൊരു കോസ്റ്റ് വെച്ചുള്ള ലോക്കൽ കാൽക്കുലേഷൻ വെച്ചിട്ട് അഡോപ്റ്റ് ചെയ്യാൻ ആൾക്കാർ മടിക്കുന്നത് കൊണ്ടാണ് ഗവൺമെൻറ് പലതരം സ്കീമുകളും പ്രൊമോഷണൽ പ്രോഗ്രാംസും സബ്സിഡിയും എല്ലാം വെച്ചിട്ട് ഈ പറയുന്ന സോളാറിന്
പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ആവശ്യമുള്ള കാര്യമാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിക്കണം. ഒരു വാചകം കൂടെ ഞാൻ അതിനകത്ത് പറയാം. ഫോസൽ ഫ്യൂവൽസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫ്യൂവൽ അല്ലെങ്കിൽ നമ്മുടെ സോഴ്സ് ഓഫ് എനർജി തീരാൻ പോവുകയാണ് എന്നുള്ളൊരു ആങ്സൈറ്റിയുടെ ഒരു കഥ പറയാറുണ്ട്. നമ്മൾ ഈ പറയുന്ന കൽക്കരി അല്ലെങ്കിൽ പെട്രോളിയം എന്ന് പറയുന്നത് ആ ഒരു ലിമിറ്റഡ് സോഴ്സ് ഓഫ് എനർജിയിൽ നിന്ന് നമ്മളൊരു സോളാർ സ്കീമിലേക്ക് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സ്കീമിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ലിമിറ്റഡ് എനർജി സോഴ്സിൽ നിന്നും ഒരു അൺലിമിറ്റഡ് എനർജി സോഴ്സിലേക്ക് പടിപടിയായിട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വളർച്ചയുടെ ഒരു സൂചകം കൂടിയായിട്ടാണ് നമ്മൾ ഒരു വിധപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന നമ്മളെല്ലാവരും കാണുന്നത്. അതെന്തുകൊണ്ടൊരു വളർച്ചയുടെ ഇൻഡെക്സ് ആണെന്നുള്ള കാര്യം ഇവിടെ നിന്നുള്ളൊരു രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇവിടെയുള്ള എംപ്ലോയ്മെൻറ്റ് ഇതിനൊക്കെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിവേ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാനൊരു വേറൊരു കോണ്ടക്സ്റ്റിലൂടെ ഞാൻ പറയാം. ഈ ഒരു 2-3 വർഷം മുന്നേ നമുക്ക് കോവിഡ് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളായിട്ട് നമ്മളിവിടെ ലോക്ക്ഡ് ആയിട്ടുണ്ട്. അന്ന് തൊട്ട് ഒരുപക്ഷെ അതിനേക്കാളും തൊട്ട് മുന്നേ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ കോള്, ഓൺലൈൻ മീറ്റിങ്ങുകൾ, ഈവൻ ഇപ്പം നിങ്ങളിപ്പോൾ എന്നെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അൺലിമിറ്റഡ് ആയിട്ട് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നു, അൺലിമിറ്റഡ് ആയിട്ട് ഡാറ്റ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ വളരെ വ്യാപകമായതുകൊണ്ടും ഒപ്പം നമുക്ക് കിട്ടുന്ന ഡാറ്റ, ഈ സർവീസ് പ്രൊവൈഡർ എടുക്കുന്ന കിട്ടുന്ന ഡാറ്റ അൺലിമിറ്റഡ് ആണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സും കൂടി ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഈ വീഡിയോ കാണുന്നതായാലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഒരു വീഡിയോ കോൾ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ കോവിഡ് സമയത്ത് പോലും നമ്മൾ കംപ്ലീറ്റ്ലി ലോക്ക്ഡ് ആവാതെ ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി അടക്കം OTT പ്ലാറ്റ്ഫോമിലടക്കം മൂവ് ചെയ്ത് അത്രയും ഫ്ലറിഷ് ചെയ്യാൻ ഈ അൺലിമിറ്റഡ് ഡാറ്റ എന്ന് പറയുന്നൊരു സാധനത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഡാറ്റ പോലെ തന്നെ ഒരു ഡെവലപ്ഡ് സൊസൈറ്റിയുടെ വൈറ്റൽ ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ് ഈ പറയുന്ന എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എനർജി അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് സത്യമായിട്ടും നമ്മുടെ ഒരു ഗ്രോത്ത് ബൂസ്റ്റർ അല്ലേ? ഓരോ ഇൻഡിവിജ്വലിനെ എടുത്ത് നോക്കൂ. അപ്പോൾ അതൊരു ഗ്രോത്ത് ബൂസ്റ്റർ അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ വാതിലുകൾ തുറന്ന് കിട്ടേണ്ടതല്ലേ? ഇന്നിപ്പോൾ പഴയ പോലെ 1 GB 30 രൂപ അല്ലെങ്കിൽ 1 GB 50 രൂപ എന്നൊക്കെ പറഞ്ഞൊരു ലിമിറ്റഡ് രീതിക്കാണ് നിങ്ങൾക്ക് ഡാറ്റ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഇത്ര സമാധാനത്തിലിരുന്ന് ഈ വീഡിയോ കാണുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ ഒരു ഭാഗം വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് നമുക്ക് എന്തായാലും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് എനർജി വേണം എന്നുള്ളൊരു കാര്യം റീസണബിളി വൃത്തിയായിട്ട് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ റൂഫ് ടോപ്പ് സോളാറിലേക്ക് പോകുന്ന സമയത്ത് എന്തുകൊണ്ട് ഓൺ ഗ്രിഡ് സോളാർ വേണം എന്നുള്ള കാര്യം കൂടെ ഒന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം ഈ സൺലൈറ്റ് അല്ലെങ്കിൽ സൗരോർജ്ജം എന്ന് പറയുന്ന സാധനം വളരെ അസ്ഥിരമാണ്, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. രാവിലെ നല്ല തെളിച്ചുള്ള കാലാവസ്ഥയാണെങ്കിൽ ഏകദേശം ഒരു 9:30-10 മണി തൊട്ട് നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും. ഒരു 11 മണി 12 മണിയാകുമ്പോഴത്തേക്ക് അത് ഏകദേശം അതൊരു പീക്കിലേക്ക് എത്തും. അത് കഴിഞ്ഞ് വൈകിട്ടാകുമ്പോൾ വീണ്ടും കുറയും, രാത്രി തീരെ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഇനി വല്ല കാറ്റോ മഴയോ ഉള്ള കാലാവസ്ഥയാണെങ്കിലോ അല്ലെങ്കിൽ ഭയങ്കര ചൂടുള്ള കാലാവസ്ഥയോ അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഈ പറയുന്ന സോളാർ ഇൻപുട്ട് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇങ്ങനെ ഒരു ടൈം വേരിയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു സോഴ്സ് ഓഫ് എനർജി വെച്ചിട്ട് നമുക്കൊരു ലോഡും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ റൂമിലിരിക്കുന്ന സമയത്ത് ലൈറ്റ് ചെറുതായിട്ടൊന്ന് ഫ്ലിക്കർ ചെയ്താൽ പോലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫാന് കറങ്ങുന്ന സമയത്ത് സ്പീഡ് കൂടിയും കുറഞ്ഞും കറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. നമ്മൾ മിക്സിയിൽ അല്ലെങ്കിൽ മോട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരം ഫ്ലക്ച്വേഷൻസ് വന്നാൽ ഡിവൈസ് വരെ കേടായിപ്പോൾ. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് നമ്മുടെ ഡിവൈസിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം ഫ്ലക്ച്വേഷൻസ് നമ്മളെ ബാധിക്കാതിരിക്കാൻ ഇതിൻ്റെ ബാക്ക് എൻഡിൽ നമുക്കൊരു സ്റ്റോറേജ് ഉണ്ടായേ പറ്റും. ഈ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ മാത്രമേ സോളാർ വൃത്തിയായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ സ്റ്റോറേജിന് നമ്മുടെ മുന്നിൽ നമുക്ക് പ്രധാനമായിട്ടും പല ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ എന്നാലും പ്രധാനമായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഒന്ന്, നമുക്കൊരു ആക്ച്വൽ ബാറ്ററി വാങ്ങി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു വിർച്വൽ ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ KSEBയുടെ ഗ്രിഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. KSEBയുടെ ഗ്രിഡിനെ നമ്മളിവിടെ ഒരു വിർച്വൽ ബാറ്ററി പോലെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വിർച്വൽ ബാറ്ററി പോലെ KSEBയുടെ ഗ്രിഡിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളതിന് ഓൺ ഗ്രിഡ് സിസ്റ്റം എന്നും, അതല്ല നമ്മളൊരു ഫിസിക്കൽ ബാറ്ററി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്നും പറയും. ഇതിന് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ തന്നെ ജസ്റ്റ് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം ഗ്രിഡ് സപ്പോർട്ട് കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട്. അതിനെ ഹൈബ്രിഡ് എന്ന് വിളിക്കാറുണ്ടെങ്കിലും നമ്മൾ ജനറലി നമ്മൾ സോളാർ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഒരേ സമയം ഗ്രിഡിനെയും സോളാറിനെയും ഉപയോഗിക്കുകയും നമുക്ക് ഗ്രിഡിലേക്കും സോളാറിലേക്കും ഒരുപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിനാണ്. എന്തായാലും ഇപ്രാവശ്യത്തെ നമ്മൾ ഈ വീഡിയോയിൽ ഹൈബ്രിഡിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഹൈബ്രിഡിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിലേക്ക് പോവാം. ഇപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ബാറ്ററി ഉപയോഗിക്കണോ അതോ ഗ്രിഡ് എന്ന് പറയുന്ന വിർച്വൽ ബാറ്ററി ഉപയോഗിക്കണം. അത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു താരതമ്യം ഇപ്പോൾ പറയാം. നമ്മൾ ഫിസിക്കൽ ഒറിജിനൽ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ബാറ്ററി കാശ് കൊടുത്ത് നമ്മൾ വാങ്ങണം.
നേരെ മറിച്ച് ഗ്രിഡ് എന്ന് പറയുന്ന വിർച്വൽ ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ വിർച്വൽ ബാറ്ററിക്ക് നമ്മൾ എല്ലാ മാസവും ചെറിയൊരു വാടക കൊടുത്തുകൊണ്ടിരിക്കണം. ഈ കൊടുക്കുന്ന വാടകേനെ നമുക്ക് പല പേരിലും നമുക്ക് ബില്ലിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരും. അതിന് നമ്മുടെ KSEB ഫിക്സഡ് ചാർജ് അല്ലെങ്കിൽ സർവീസ് ചാർജ് വട്ടെവർ അവർ പല പേരുകളും വിളിക്കുമെങ്കിലും പ്രാക്ടിക്കലി നമ്മുടെ ഒരു കാഴ്ചപ്പാടുള്ളത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വിർച്വൽ ബാറ്ററിയുടെ വാടക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു 3 കിലോ വാട്ടിൻ്റെ സിസ്റ്റം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ഒരു കോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ 3 കിലോ വാട്ടിൻ്റെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ആയാലും ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ആയാലും വിലയിൽ വലിയ വ്യത്യാസമില്ല. അപ്പം ഒരു 3 കിലോ വാട്ടിൻ്റെ സിസ്റ്റം അത്യാവശ്യം വൃത്തിയായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു 4 ബാറ്ററി എങ്കിലും വേണ്ടി വരും. ഇപ്പോൾ ഈ 4 ബാറ്ററി എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഏകദേശം ഈ പറയുന്ന ഒരു 3 കിലോ വാട്ടിൻ്റെ സിസ്റ്റത്തിൽ അഡീഷണൽ ആയിട്ടൊരു 60,000 രൂപയും കൂടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് നമുക്കൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഈ 60,000 രൂപ മുടക്കി നമ്മൾ നമ്മുടെ സിസ്റ്റത്തിന് ഓഫ് ഗ്രിഡ് ആക്കണോ അതോ നമ്മൾ മാസാമാസം ഈ പറയുന്ന വിർച്വൽ ബാറ്ററിക്കുള്ള വാടക കൊടുക്കണം? ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ ബാറ്ററിയുടെ നേരിട്ടുള്ള ഡിസഡ്വാൻറ്റേജുകളാണ്. നമ്മൾ ഈ ഫിസിക്കൽ ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്ക് തന്നെ ബാറ്ററിയുടെ പെർഫോമൻസ് കുറഞ്ഞു തുടങ്ങും. ഏകദേശം ഒരു 5 വർഷം 6 വർഷം ആകുമ്പോഴത്തേക്ക് ബാറ്ററി ഫുള്ളായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ റീപ്ലേസ്മെൻറ്റ് പീരീഡ് ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന 60,000 രൂപ നമുക്ക് മടങ്ങി കിട്ടാൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വീട്ടിലില്ല എങ്കിൽ ഈ പറയുന്ന ബാറ്ററി ഡിസ്ചാർജിങ് നടക്കില്ല. ബാറ്ററി ഡിസ്ചാർജിങ് നടക്കുന്നില്ലെങ്കിൽ അതാത് ദിവസം നടക്കുന്ന പ്രൊഡക്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വീട്ടിലില്ല, ബാറ്ററി ഫുൾ ചാർജ്ഡാണ്. അപ്പം ആ പ്രൊഡക്ഷൻ നമുക്ക് അതാത് ദിവസം കംപ്ലീറ്റ് ആയിട്ട് പാഴായി പോകും. മൂന്നാമത്തെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് വീട്ടിൽ എന്തൊക്കെ ഉപകരണങ്ങളുണ്ടോ അതിൻ്റെ ടോട്ടലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പീക്ക് പവർ ഡിമാൻഡ് എത്രയാണോ ആ പീക്ക് പവർ ഡിമാൻഡ് അനുസരിച്ചിട്ടുള്ള ഒരു കപ്പാസിറ്റിയിൽ നമ്മൾ ഇൻവെർട്ടർ സെറ്റ് ചെയ്യണം. അത് മാത്രമല്ല ബാറ്ററിക്ക് സി റേറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഈ ബാറ്ററിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ടിൻ്റെ ഒരു റെഫറൻസ് ആണ്. അപ്പോൾ ഈ സി റേറ്റിങ്ങും ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റിയും നമുക്ക് ലോഡിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഓഫ് ഗ്രിഡ് സിസ്റ്റം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാങ്കേതികമായി ഒരു ചെറിയൊരു ജയിലിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരിക നമ്മൾ ഈ പറയുന്ന ഓഫ് ഗ്രിഡ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഈ സാധനം നേരെ ഓൺ ഗ്രിഡിലേക്കാണെങ്കിൽ എങ്ങനെയാണ് സിസ്റ്റം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയാം. ഞാൻ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെള്ളത്തിൻ്റെ ഒരു അനലോഗിയാണ് തൽക്കാലം ഉപയോഗിക്കുന്നത്. അത് വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടും കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും വെള്ളത്തിനെ ഇലക്ട്രിസിറ്റിയെ ഒരിക്കലും ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് തെറ്റില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒരു വീട്ടിൽ നമുക്ക് 2 ടാങ്കുകളുണ്ട്. ഒരേ ഉയരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 2 ടാങ്കുകളുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. അതിൽ ഒരു ടാങ്കിനെ നമുക്ക് സോളാർ പ്ലാന്റ് എന്ന് വിളിക്കാം, രണ്ടാമത്തെ ടാങ്കിനെ നമുക്ക് KSEB എന്ന് വിളിക്കാം. അപ്പോൾ ഈ സോളാർ എന്ന് പറയുന്ന ആ ടാങ്കിന് സ്റ്റോറേജ് കപ്പാസിറ്റി തീരെ ഇല്ല എന്നും കൂടി നമ്മൾ കണക്കാക്കാം. അപ്പോൾ പകൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളാർ എന്ന് പറയുന്ന ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് സോളാർ എന്ന് പറയുന്ന ടാങ്കിലേക്ക് തുടർച്ചയായിട്ട് നമ്മൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ 2 ടാങ്കും തമ്മിൽ ഒരു പൈപ്പ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ടാപ്പ് വെച്ചിട്ട് ലൂപ്പ് ചെയ്തിട്ട് വീട്ടിലേക്കുള്ള വെള്ളം അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സപ്ലൈ നമ്മളവിടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളാർ ടാങ്കിലേക്ക് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വെള്ളം ഒഴുകി എപ്പോഴും ഈ പറയുന്ന KSEB എന്നുള്ള ടാങ്കിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കും. KSEB എന്നുള്ള ടാങ്ക് ഇഷ്ടംപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു കാലത്ത് നിറയില്ല. ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഏത് ടാങ്കിൽ നിന്നാണോ കൂടുതൽ വെള്ളം ഒഴുകുന്നത് ആ വശത്തു നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പറയുന്ന സോളാറിൻ്റെ ടാങ്കിൽ നിന്ന് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വെള്ളം സ്വാഭാവികമായും KSEBിലേക്ക് നിറയും. ഇനി അതല്ല, നമുക്ക് സോളാറിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റിയേക്കാളും കൂടുതൽ നമുക്ക് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അഡീഷണൽ റിക്വയർമെൻറ്റ് എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന KSEB എന്നുള്ള ടാങ്കിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് രാത്രി സമയത്ത് സോളാറിൻ്റെ പമ്പ് വർക്ക് ചെയ്യില്ലല്ലോ. അപ്പം അവിടെ പൂർണ്ണമായും സോളാർ ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ പവറും നമുക്ക് ഈ പറയുന്ന KSEB എന്നുള്ള ടാങ്കിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുക. ഇനി KSEB എന്ന് പറയുന്ന ഒരു ടാങ്കിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വെള്ളം ഈ പറയുന്ന KSEB ടാങ്കിലേക്ക് പമ്പ് ചെയ്തോ അത്രയും വെള്ളം നമുക്ക് ഫ്രീ ആയിട്ട് KSEB ഇങ്ങോട്ട് തരും. ആ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ടാങ്കിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് അവർ കുറേശ്ശായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന്
വാങ്ങും. ഇതാണ് സംഭവിക്കുന്ന കാര്യം. ഇനിയിപ്പോൾ നമുക്ക് ഓൺ ഗ്രിഡിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കിപ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ലോഡ് എത്രയാണോ അതനുസരിച്ചിട്ടുള്ള കപ്പാസിറ്റിയിൽ നമ്മൾ ഇൻവെർട്ടറുകളും ബാറ്ററികളും ഒക്കെ സെറ്റ് ചെയ്യണം. ഇവിടെ ഓൺ ഗ്രിഡ് സിസ്റ്റം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആകെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലേക്ക് മൊത്തം നമുക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് മൊത്തം എത്ര എനർജി ആവശ്യമുണ്ടോ ആ എനർജിക്കുള്ള കപ്പാസിറ്റി പ്ലാന്റും കപ്പാസിറ്റിയുള്ള ഇൻവെർട്ടറും നമ്മൾ വെച്ചാൽ മതി. വീട്ടിലെ ലോഡ് അല്ലെങ്കിൽ പീക്ക് പവർ ഡിമാൻഡ് പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് ഈ പറയുന്ന KSEBയുടെ ആ ഗ്രിഡ് സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ 3 കിലോവാട്ടിന് ഒരു പ്ലാന്റ് വെച്ചു. നമുക്ക് ഒരു ദിവസം വീട്ടിൽ കുറേ ഗസ്റ്റുകളും ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു 2-3 ദിവസം അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഗസ്റ്റുകളുള്ള സമയത്ത് നമുക്കൊരു 10 കിലോവാട്ടിന് ലോഡ് ഉണ്ടെങ്കിൽ ഈ 10 കിലോവാട്ട് പൂർണ്ണമായും നമ്മുടെ ഗ്രിഡ് മാനേജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗസ്റ്റൊക്കെ പോയി നമ്മുടെ വീട്ടിലെ ലോഡൊക്കെ നോർമലായി ബാക്ക് ടു നോർമലായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ ശരാശരി ലോഡ് ഒരു കിലോവാട്ടോ അല്ലെങ്കിൽ ആ റേഞ്ചിലോ നിൽക്കുകയാണെങ്കിൽ ഈ ആദ്യത്തെ 2-3 ദിവസം വന്ന് എക്സസ് കൺസംഷനിലുള്ള എനർജി റിക്വയർമെൻറ്റ് പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത് മീറ്റ് ചെയ്ത് നമുക്ക് മന്ത് എൻഡിൽ വരുമ്പോഴത്തേക്ക് ഈ ബില്ല് കംപ്ലീറ്റ് നമുക്ക് സെറ്റ് ഓഫ് ആയി കിട്ടും. ഈ മന്ത് എൻഡിൽ മാത്രമല്ല ആക്ച്വലി ബില്ല് സെറ്റ് ഓഫ് ആവുന്നത്. അപ്പം നമുക്ക് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, അത് നമുക്ക് മറ്റേ ഓഫ് ഗ്രിഡിൽ നമുക്ക് ഒരു കാലത്തും കിട്ടാത്തൊരു അഡ്വാൻറ്റേജും കൂടിയാണ്. നമുക്ക് ഈ മാസം നമുക്ക് കുറേ എനർജി നമുക്ക് എക്സസ് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സസ് പ്രൊഡക്ഷന് നമുക്ക് പിന്നീടുള്ള മാസങ്ങളിൽ ഈ സാമ്പത്തിക വർഷത്തിൽ പിന്നീടുള്ള ഏത് മാസം വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ച് തീർക്കാം. അഥവാ നമുക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വീട്ടിൽ ആളില്ലെങ്കിൽ, വീട്ടിൽ നമുക്ക് ലോഡില്ലെങ്കിൽ ഓഫ് ഗ്രിഡ് ആണെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി കംപ്ലീറ്റ് വേസ്റ്റ് ആവും. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് തീരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം അത് മോണിറ്റൈസ് ചെയ്ത് കാശായിട്ട് നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പറയുന്ന ഒരു പ്രൊഡക്ഷൻ നമുക്ക് ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് വേറൊരു എടുത്തു പറയാവുന്ന ഒരു നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ കണക്ഷൻസ് KSEBയിൽ നിന്ന് നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് ബാക്കിയുള്ള ഇലക്ട്രിസിറ്റി നമ്മുടെ അടുത്ത കണക്ഷനിലേക്ക്, അടുത്ത പ്രിമൈസസിലേക്ക് നമുക്ക് വീലിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടുത്തെ ബില്ല് നമുക്കങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം. അങ്ങനെ 10 സ്ഥലങ്ങളിലേക്ക് വരെ നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് മറ്റൊരു പ്ലാന്റിലേക്ക്, അല്ലെങ്കിൽ ഒരു കണക്ഷനിൽ നിന്ന് മറ്റൊരു കണക്ഷനിലേക്ക് എന്നുള്ള രീതിയിൽ നമുക്കങ്ങനെ വീൽ ചെയ്ത് സെറ്റ് ഓഫ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് നമുക്കൊരു 10 പ്രിമൈസിൽ 10 സൈസിൽ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ പ്രിമൈസസിനെയും കമ്പൈൻ ചെയ്തിട്ട് മ്യൂച്വലി ബില്ല് സെറ്റ് ഓഫ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ കോൺട്രാക്റ്റുകൾ KSEB ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വലിയൊരു സൗകര്യം നമുക്ക് ഈ പറയുന്ന ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലുണ്ട്. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് വീട്ടിൽ ലോഡില്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ വീട്ടിൽ ആളില്ലാത്ത ദിവസങ്ങളിൽ ആ എനർജി പൂർണ്ണമായും പാഴായി പോകുന്നത് ഇവിടെ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ബാറ്ററി സ്വാപ്പിങ്ങോ അല്ലെങ്കിൽ ബാറ്ററി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതോ ആയ ഒരു ടെക്നോളജി നമുക്ക് വരാത്തിടത്തോളം കാലം ഈ പറയുന്ന വീലിങ്ങിന് ബദലായിട്ടുള്ളൊരു സാധനം അടുത്ത കാലത്തൊന്നും നമുക്ക് ഓഫ് ഗ്രിഡിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന വേറൊരു വലിയ മെച്ചം എന്ന് പറയുന്നത്, ഫിസിക്കലി നമുക്കൊരു ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ബാറ്ററി മെയിൻ്റനൻസ് അല്ലെങ്കിൽ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്ഥലം, വയറിങ്ങിനകത്തുള്ള കോംപ്ലിക്കേഷൻസ്, ഈ വക പറയുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മുടെ ഓൺ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് വീടിന് പൂർണ്ണമായും എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് വീട്ടിലെ വയറിങ്ങായിട്ടോ വീട്ടിലെ കണക്ഷനായിട്ടോ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു ഇൻസ്റ്റലേഷനാണ് ഈ പറയുന്ന റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം. അത് ഓൺ ഗ്രിഡ് വരുന്ന സമയത്ത്, അത് ഹൈബ്രിഡോ അല്ലെങ്കിൽ ഓഫ് ഗ്രിഡോ വരുന്ന സമയത്ത് വയറിങ്ങിനകത്ത് കുറച്ചധികം കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ എടുത്തു പറയാൻ പറ്റുന്ന 2 പ്രധാനപ്പെട്ട ന്യൂനതകൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ പറയുന്ന താരിഫിനകത്ത് വരാവുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ ഈ വിർച്വൽ ബാറ്ററിയുടെ വാടകയിൽ വരാവുന്ന താരിഫ് ചേഞ്ചുകളാണ്. എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും KSEB വളരെ നെഗറ്റീവായ രീതിയിൽ ഇതിലൊരു താരിഫ് ചേഞ്ച് കൊണ്ടുവരുന്നുള്ളത്. കാരണം അങ്ങനെ ഒരു താരിഫ് ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളുകൾ സോളാർ വെക്കില്ല. സോളാർ വെക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയൊരു സാമൂഹിക പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, KSEB സൈഡിൽ എന്ത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും അത് നമ്മുടെ ഓവറോൾ പ്രൊഡക്ഷന് ബാധിക്കും. അത് ലോ വോൾട്ടേജ് വന്നു കഴിഞ്ഞാലും കറണ്ട് പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ നിൽക്കും. ഇതൊരു 2 ചെറിയ ന്യൂനതയാണ്. പക്ഷേ ഇവിടെ പവർ ക്വാളിറ്റി എൻഫോഴ്സ് ചെയ്യുന്ന പുതിയ നിയമങ്ങളും സംവിധാനങ്ങളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു 5-10 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ
ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കറണ്ട് പോകുന്നതോ അല്ലെങ്കിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷനോ വരുന്ന അവസരങ്ങളും സാധ്യതകളും കുറവാണ്. അഥവാ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം വൻ വാർത്താ പ്രാധാന്യത്തോടു കൂടി അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് വന്നിട്ടുള്ള വോൾട്ടേജ് കാലങ്ങളായിട്ടുള്ളൊരു വോൾട്ടേജ് ഫ്ലക്ച്വേഷനാണ്. പക്ഷേ ഇപ്രാവശ്യം വേനൽക്കാലത്ത് ഇത് കാര്യമായൊരു ചർച്ചയായി പോകാൻ കാരണം നമ്മളെല്ലാവരും ഈ പവർ ക്വാളിറ്റിയെക്കുറിച്ച് കോൺഷ്യസ് ആയി തുടങ്ങിയതിൻ്റെയും കൂടെ ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഈ പവർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് KCB നമുക്ക് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും ഇൻ ടേംസ് ഓഫ് അതിൻ്റെ സ്ഥിരത. ആ ഒരു കാര്യം നമുക്ക് എന്തായാലും ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഓൺ ഗ്രിഡ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ഓഫ് ഗ്രിഡ് ആണ് ഏറ്റവും നല്ലതെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. പ്രത്യേകിച്ച് കസ്റ്റമർക്ക് ഇതുകൊണ്ട് വരാവുന്ന മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളെക്കുറിച്ചും യാതൊരു ധാരണയില്ലാതെ നിങ്ങൾ ഓഫ് ഗ്രിഡ് ചെയ്യുമോ എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും ആർട്ടിക്കിളുകൾ വരെ എഴുതുന്ന ആളുകളുണ്ട്. ഒരുവിധം ഈ വിഷയത്തെ ഗൗരവമായിട്ട് കാണുന്ന ഒരുവിധം എല്ലാവർക്കും ഈ പറയുന്ന എന്തുകൊണ്ട് ഇത് ഓൺ ഗ്രിഡ് ആവണം എന്ന് പറയുന്നതിൻ്റെ ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓഫ് ഗ്രിഡ് നമുക്ക് പൂർണ്ണമായിട്ടും തള്ളി പറയാൻ പറ്റില്ല. ഓഫ് ഗ്രിഡ് ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് റിമോട്ട് ലൊക്കേഷൻ, ആ ഒരു റിമോട്ട്നെസ് ഉള്ള കുറേ സ്ഥലങ്ങളിൽ നമുക്ക് ഓഫ് ഗ്രിഡ് കൂടിയേ പറ്റുള്ളൂ. അതേപോലെ കുറേ സ്പെഷ്യൽ കേസുകളുണ്ട്. അങ്ങനെ സ്പെഷ്യൽ കേസുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു സാധാരണ വീടിന് ഏറ്റവും നല്ലത് ഏതാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓൺ ഗ്രിഡ് ആണോ ഓഫ് ഗ്രിഡ് ആണോ ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കും. പിന്നെ ഹൈബ്രിഡിനെ കുറിച്ച് വെച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞു പവർ ക്വാളിറ്റി ഇഷ്യൂസ് വരുന്ന സമയത്ത് പ്രൊഡക്ഷൻ നിൽക്കുന്നതും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ നല്ലത് ഹൈബ്രിഡ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹൈബ്രിഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം വെല്ലുവിളികളും പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഓഫ് ഗ്രിഡ് ആണോ ഓൺ ഗ്രിഡ് ആണോ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളതിൽ നിങ്ങളിപ്പോൾ പ്രാപ്തരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ ഒരു ടോപ്പിക്ക് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ 2020 ഒരു പഴയ വീഡിയോനെ കുറിച്ച് പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ഡാറ്റ കളക്ഷൻ നടത്തിയിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആ ഒരു റേഞ്ചിലുള്ള നമ്മുടെ ഡാറ്റ കളക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ശരാശരി ഉപയോഗം എന്ന് പറയുന്നത് ഒരു ദിവസം 8 തൊട്ട് 10 യൂണിറ്റ് വരെയാണ്. ഇപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് വരുന്ന പല എൻക്വയറീസിൽ നമുക്ക് കിട്ടുന്ന ആവറേജ് കൺസംഷൻ എന്ന് പറയുന്നത് 15 യൂണിറ്റ് തൊട്ട് 20-25 യൂണിറ്റ് വരെയാണ്. അന്ന് 20 യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാത്തൊരു സാധനമായിരുന്നു. അപ്പോൾ എന്താ വ്യത്യാസം വന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡിന് ശേഷം മിക്കവാറും എല്ലാ വീടുകളിലും കോവിഡ് എന്നുള്ളതുകൊണ്ടല്ല, ഇപ്പം ഈ അടുത്ത കാലത്ത് എല്ലാ വീടുകളിലും AC സാധാരണമായിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഒരുവിധപ്പെട്ട ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ ഡിഷ് വാഷർ പോലും സാമാന്യം കോമൺ ആയിട്ടുണ്ട്. പിന്നെ ഓവൻസ്, കമ്പ്യൂട്ടർ, CCTV, ഹോം ഓട്ടോമേഷൻസ്. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഈ ഇലക്ട്രിസിറ്റി ഡിപ്പെൻഡഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് ഒരു ചിലവ് എന്നതിനേക്കാളും ഉപരി എനിക്കതിനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം എനർജി അതിലേക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മുടെ എനർജി ഉപയോഗം കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ സൊസൈറ്റിയുടെ ഒരു ഗ്രോത്ത് റേറ്റും കൂടിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞൊരു കണക്ക്, ഇലക്ട്രിസിറ്റിയുടെ കണക്ക് വെച്ചിട്ട്, അതായത് പെട്രോളിയത്തിൽ ഏകദേശം 7-8-9% ഗ്രോത്ത് റേറ്റ് ഉള്ളപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റിൽ 13% വില വർധനവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വാർഷിക കോമ്പൗണ്ടഡ് ഇൻക്രീസ് ആണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അദാനി അല്ലെങ്കിൽ ജിയോ പോലുള്ള കോർപ്പറേറ്റുകളൊക്കെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സോളാറിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇതിന്ന് വ്യക്തമാവെന്ന് വിചാരിക്കുന്നു. ഒരു വീട്ടിൽ നമ്മൾ കാറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ട്രെയിനിന് പോയി കഴിഞ്ഞാൽ ഇത്ര രൂപ ചിലവും, ബസ്സിന് പോയി കഴിഞ്ഞാൽ ഇത്ര ചിലവോ, അതുകൊണ്ട് കാറ് വാങ്ങിക്കുന്ന നഷ്ടമാണ്. ഇങ്ങനെയല്ലല്ലോ നമ്മൾ ചിന്തിക്കാറ്. കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊരു എമർജൻസി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു സ്ഥലത്തേക്ക് പോയി വരാം, നമ്മുടെ സൗകര്യം കൂട്ടുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു മൊത്തത്തിൽ നമ്മുടെ ഒരു ക്വാളിറ്റി കൂട്ടുന്ന ഒരു കാര്യമാണ് കാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ വീട്ടിലൊരു കാറ് വാങ്ങിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഈ പറയുന്ന
സോളാർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് കാറില്ലെങ്കിൽ നമുക്ക് ഊബർ ഓല പോലെ നമുക്ക് എന്തെങ്കിലും റെൻ്റൽ സർവീസ് നമുക്ക് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു ടാക്സിക്കാരനെ ഏർപ്പാടാക്കിയാൽ പോലും നമുക്ക് കുറേയധികം കോസ്റ്റ് സേവിങ്സ് ഉണ്ട്. പക്ഷേ ഇലക്ട്രിസിറ്റിക്ക് പകരം ഇലക്ട്രിസിറ്റി അല്ലാണ്ട് വേറൊരു സാധനം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഇലക്ട്രിസിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയധികം സർപ്ലസ് ആയിട്ട് നമുക്ക് എനർജി മാർക്കറ്റിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ ഈ നെറ്റ് ബില്ലിങ് എന്ന് പറയുന്ന ഒരു സാധനം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ എത്ര പ്ലാന്റ് വെക്കുന്നോ ആ പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും എനർജി കൺസർവേഷൻ എന്ന് പറയാറുണ്ട്. അതായത് എനർജി സ്കാർസിറ്റി ഉണ്ട്, നമുക്ക് റിസോഴ്സ് പരിമിതമാണ്. പക്ഷേ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ലുബ്ധിച്ച് അരിഷ്ടിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു പട്ടിണി കിടന്ന് അങ്ങനെ ജീവിക്കേണ്ട ഒരു ജീവിതമാണോ? എനിക്കറിയില്ല. എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമാണ്. അപ്പോൾ ജീവിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം നമ്മുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ച അറിവിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും. ആ രീതിക്കാണ് നമ്മൾ കാണേണ്ടത്. അപ്പം ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തായാലും വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിലൊരു സോളാർ പ്ലാന്റ് ഇതുപോലെ സാധനങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എനർജി കോസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു നേരത്തെ അൺലിമിറ്റഡ് ഡാറ്റയുടെ കാര്യം പറഞ്ഞ പോലെ ആ എനർജി എന്ന് പറയുന്ന ഒരു സാധനം അൺലിമിറ്റഡ് ആവും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന വൈദ്യുതി ബില്ലിനെ കുറിച്ച് നമുക്ക് മറക്കാൻ സാധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന എനർജി ഇൻറ്റൻസീവായിട്ടുള്ള ഈ പറയുന്ന വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷ്, അതുപോലെ പല ഓട്ടോമേഷൻ സാധനങ്ങളിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ നീങ്ങി തുടങ്ങും. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ എനർജി ഈ സേവ്ഡ് ഈസ് എനർജി പ്രൊഡ്യൂസ്ഡ്. എനർജി നമ്മൾ സേവ് ചെയ്യാൻ നിൽക്കില്ല, പകരം എനർജി നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ബാക്കി പറഞ്ഞ നിത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പല പണികളും മെഷീൻസിനെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള നമ്മുടെ സമയമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ദ എനർജി യു സേവ്ഡ് എന്നുള്ളത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ദ ടൈം യു സേവ്ഡ് എന്നുള്ളതിലേക്ക് മാറും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനർജി പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാം. ടൈം എന്ന് പറയുന്ന സാധനം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാനൊരു വഴിയില്ല. അപ്പം നമ്മൾ ആ എനർജി യു സേവ്ഡ് എന്നുള്ളതിനേക്കാളും പ്രോഗ്രസീവായിട്ട് ദ ടൈം യു സേവ്ഡിലേക്ക് മാറേണ്ട ഒരു കാലത്തല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സോളാർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലെ സമയം പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സമയം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ലാവിഷായിട്ട് എനർജി ചിലവാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പക്ഷേ സോളാറിലേക്ക് പോയേ മതിയാവൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരേക്കും ബൈ.